രമേശ് ചെന്നിത്തലയും NSS തമ്മിലുള്ള തർക്കം തീരുന്നു. NSSന്റെ മന്നൻ ജയന്തി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷണത്തിന് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചു. 11 വർഷമായി നിലനിന്നിരുന്ന അകൽച്ചയാണ് മായുന്നത്. വിവരങ്ങളുമായി ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി, നമുക്കറിയാം ഒരു കാലത്ത് താക്കോൽ സ്ഥാനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ NSS മുന്നോട്ട് വെച്ചതാണ്. അതിനുശേഷം ഇങ്ങോട്ട് നോക്കിയാൽ രമേശ് ചെന്നിത്തല NSSുമായി അകന്നു നിൽക്കുന്നു. ഇപ്പോൾ ഈ മഞ്ഞുരുക്കം അല്ലെങ്കിൽ ഈ പ്രശ്നപരിഹാരം എങ്ങനെ സാധ്യമായി? പ്രജിൻ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു അകൽച്ചയുണ്ടായിരുന്നു. ഏകദേശം 11 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു അകൽച്ച, അല്ലെങ്കിൽ ഒരുപക്ഷെ അകൽച്ചയിൽ നിന്ന് നേരിട്ട് രമേശ് ചെന്നിത്തലയോട് ചോദിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹം പോലും സമ്മതിക്കില്ല. പക്ഷേ NSSന്റെ പരിപാടികളിൽ ഒരു സജീവ സാന്നിധ്യമായിരുന്നില്ല രമേശ് ചെന്നിത്തല എന്നുള്ളത് വ്യക്തമായിരുന്നു. പല പരിപാടികളിലും മന്നൻ ജയന്തി ആഘോഷങ്ങളിൽ പോലും നേരിട്ട് വന്ന് പങ്കെടുക്കാതെ പലപ്പോഴും പുഷ്പാർച്ചന നടത്തി മടങ്ങുന്ന രമേശ് ചെന്നിത്തലയെ നമ്മൾ പോലും പലതവണ കണ്ടിട്ടുണ്ട്. എന്തായാലും ആ ഒരു അകൽച്ച അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ജനുവരി 1-2 തീയതികളിൽ നടക്കുന്ന മന്നൻ ജയന്തി ആഘോഷത്തിൽ മുഖ്യ പ്രഭാഷകനായി രമേശ് ചെന്നിത്തല എത്തുന്നതോടുകൂടി ആ പഴയ സ്നേഹത്തിലേക്ക്, ആ സ്നേഹബന്ധത്തിലേക്ക് രമേശ് ചെന്നിത്തലയും NSSും സുകുമാരൻ നായരും എല്ലാം പോകുന്നു എന്ന് തന്നെ പറയാം. ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മാനം തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ താക്കോൽ സ്ഥാനത്തിന് വേണ്ടിയുള്ള ആ ഒരു നിലപാട് നമുക്ക് 2013 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന NSSന്റെ ഒരു യോഗത്തിലാണ് സുകുമാരൻ നായർ അത്തരത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു താക്കോൽ സ്ഥാനം തന്നെ സർക്കാരിൽ വേണമെന്നുള്ള ഒരു ആവശ്യം, മന്ത്രിസഭയിൽ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. അത് രാഷ്ട്രീയ വിവാദമായി ആളിപ്പടരുകയായിരുന്നു. അതേ തുടർന്ന് അന്നത്തെ KPCC അധ്യക്ഷനായ രമേശ് ചെന്നിത്തലയ്ക്ക് ആ ഒരു ആവശ്യം, അതിനെ നിരസിക്കാതെ മറ്റൊന്നും അദ്ദേഹത്തിന് മുന്നിലില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ വലിയ ചോദ്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ ഒരു പ്രസ്താവന വന്നിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം അത് നിഷേധിക്കുന്നത്. അതാണ് ഒരു വലിയൊരു അകൽച്ചയിലേക്ക് കാര്യങ്ങൾ പോയത്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം പറയുമ്പോൾ മന്ത്രിസഭയുടെ ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് മന്ത്രിസഭ ഉണ്ടാക്കുന്ന ആ ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയെ പോലെ പ്രധാനപ്പെട്ട വ്യക്തിയെ ഉൾപ്പെടുത്താൻ ഒരു സാഹചര്യം ഉരുത്തിരിയുന്നു. അവർ തമ്മിലുള്ള ആ ഒരു പോര്, ഇതൊക്കെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന, താക്കോൽ സ്ഥാന പ്രസ്താവന വരുന്നത്. അങ്ങനെയാണ് രമേശ് ചെന്നിത്തല ബോധപൂർവ്വം തള്ളിപ്പറഞ്ഞുകൊണ്ട്, ഈ ഒരു പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു ഘട്ടം വന്നത്. എന്തായാലും ഇപ്പോൾ ആ ഒരു രണ്ടുപേര് ഈ 11 വർഷം നീണ്ടു നിന്ന NSSുമായിട്ടുള്ള സുകുമാരൻ നായരുമായിട്ടുള്ള ഒരു അകൽച്ച മാറുകയാണ്. എന്തായാലും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതോടുകൂടി തന്നെ ഈ KPCC പുനഃസംഘടന അടക്കം വരുന്നു, തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ചോദ്യം കോൺഗ്രസിനുള്ളിൽ അടക്കം ഇതിനോടകം ചർച്ചയായിട്ടുണ്ട്. സർക്കാരിന് അധികാരത്തിലേക്ക് എത്താൻ കോൺഗ്രസിന് സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവരെല്ലാം. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മഞ്ഞുരുകൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾ തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി ടോബി ജോൺസൺ, ഏതായാലും 11 വർഷത്തെ അകൽച്ചയ്ക്ക് ശേഷം NSSന്റെ പ്രധാന വേദിയിലേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് വീണ്ടും ക്ഷണം. അദ്ദേഹം മന്നൻ ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. ഏതായാലും താക്കോൽ സ്ഥാനത്തിൽ തുടങ്ങിയ ആ അകൽച്ച ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ വരുമ്പോഴേക്കും ഈ വീണ്ടും അടുപ്പം അല്ലെങ്കിൽ ആ മഞ്ഞുരുക്കം അത് ഏത് തരത്തിലൊക്കെ ആവും ചർച്ചയാവുക, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് കാത്തിരുന്ന് കാണണം.